പറഞ്ഞാലും കാതിന് മധുവാണ് കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ് ഇന്ന് കരക്കാരം നമ്മൾ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ് എന്റെ കരളിന് കുളിരാണ് ഒരുമിച്ചു കളിച്ചതും ഒരുമിച്ചു വളർന്നതും ഒരുമിച്ചു കളിച്ചതും ഒരുമിച്ചു വളർന്നതും ഒരുത്തനും അറിയില്ല എന്നാലും ഒഴുകുമിയാറ്റിലെ ഓളങ്ങൾ കണ്ണത്തെ ഒരുപാട് കഥയറിയാം ഈ ഓളങ്ങൾ കണ്ണത്തെ ഒരുപാട് കഥയറിയാം വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴി വയ്ക്കിൽ മെഡിക്കൽ നിന്നവനെ കൊച്ചു തെളിച്ചുള്ള മാമ്പഴം കളിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ കുയിലിന് തേടി തുതിച്ചു പായും നാരോ പട്ടച്ചപ്പായ ചാരോ പട്ടച്ചപ്പായ ചാരോ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം ഞാനൊരു കിന്നാരം ചോദിക്കാം കുയിലിന് തേടി തുതിച്ചു പായും നാരോ പട്ടച്ചപ്പായ ചാരോ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം ഞാനൊരു കിന്നാരം ചോദിക്കാം Disco, 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 D-I-S-C-O, disco, 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 disco. சொன்னத்தாவரக்கிளியே, தங்கத்தாழிகை கூடவே, உள்ளிராங்கத்தின் தாளம் கொண்டு ஞானத்தும்போல், நெஞ்சில் சாரண்யத்தின் சாரம் போல நீ நிற்கும்போல், உள்ளிராங்கத்தின் தாளம் கொண்டு ஞானத்தும்போல், நெஞ்சில் சாரண்யத்தின் சாரம் போல நீ நிற்கும்போல், நேராம் நன்மகள் Disco, 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 D-I-S-C-O, D-I-S-C-O, disco, 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 disco. சொன்னத்தாவரக்கிளியே, தங்கத்தாழிகை கூடவே. എന്തായിരുന്നു ഇവിടെ നടന്നല്ലേ? ഇതാണ് നമ്മുടെ സമാജത്തിലെ കുരുന്നു മക്കളാണ്. ചേട്ടാ എന്താ ഇത് പറയാൻ നമ്മള്? ഈ കുട്ടികളുടെ എണ്ണം മാത്രം എടുത്താൽ മതി മലയാളി സമാജം എത്ര വലിയ സംഘടനയാണെന്ന് അറിയാൻ വേണ്ടി. ഗംഭീരമല്ലേ? 100-ൽ കൂടുതൽ കുട്ടികളാണ് ഇന്ന് ഇവിടെ. മിക്ക കുട്ടികളും ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ഒരു കയ്യടി വേണം നമ്മുടെ കുരുന്നു മക്കൾക്കും. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഒത്തിരി പേര് ഭാവിയിൽ വലിയ കൊറിയോഗ്രാഫേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്നിട്ടൊക്കെ സ്റ്റെപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു മക്കള്? അടിപൊളി അല്ലേ? ഗംഭീരം വരുന്നു. ഇവിടെ ചുമ്മാ തന്നെ മതി, എന്ത് ഭംഗിയാണ്. നമ്മുടെ വിഷ്ണുമാഷിന് വന്നാട്ടെ. അല്ല ഒപ്പം ആദ്യം ഇദ്ദേഹത്തിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഇതുങ്ങളെ പഠിപ്പിച്ചെന്നുള്ളതാണ്. ചെറിയൊരു ടാസ്ക് അല്ല ഇത്, നമുക്കറിയാലോ. മലയാളി സമാജം അടുത്ത വർഷം മുതൽ ക്ഷമയ്ക്കുള്ള അവാർഡ് കൂടെ കൊടുക്കണം. ഇത്രയും കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന. ഇനി നമ്മുടെ എല്ലാ
കൊറിയോഗ്രാഫേഴ്സ് ആൻഡ് ഇതിൻ്റെ ഒപ്പം നിന്നവരെ കോർഡിനേറ്റേഴ്സ് കൂടെ വന്നാട്ടെ പ്ലീസ്. എല്ലാവരും ഒന്ന് വന്നാട്ടെ. ശരിക്കും ഈ ഒരു ദിവസം ഇങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ദിവസങ്ങളിൽ എത്ര രാത്രികളിൽ ഉറക്കം മുളച്ചായിരിക്കും ഇവർ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനെല്ലാവർക്കും വലിയൊരു കൈയടി തന്നെ കൊടുക്കണം നമ്മുടെ ഭാഗത്തു നിന്നും. ഗംഭീരം, സൂപ്പർ. അതുപോലെ കുഞ്ഞു മക്കൾക്കും കോർഡിനേറ്റേഴ്സ് എല്ലാവരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എടുത്ത മാസങ്ങളോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇവരും. ഇവരുടെ പേരൻസിനും ഒരു നല്ല കയ്യടി ഉണ്ട് കേട്ടോ. ഇത്രയും ക്ഷമയോടുകൂടി ഇവരെ എല്ലാവരെയും പ്രാക്ടീസ് കൊണ്ടുവരാം. പേരൻസിന് കയ്യടി കൊടുക്കണ്ട, അവര് രാത്രി കൊണ്ടുവന്ന് കൊച്ചുങ്ങളെ വിട്ടിട്ട് അങ്ങ് പോയോ. ബാക്കി അവരൊക്കെയാണ് കൊടുക്കേണ്ടത് കയ്യടി. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പേരൻസിനും എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും കോർഡിനേറ്റേഴ്സിനും കൂടെ നിന്നവർക്കും ഒപ്പം ഈ അവസരം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സമാജത്തിനും 19.6 FM-നും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. തുടരുകയാണ് കേരളോത്സവം 2024. താങ്ക് യു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്.